നമ്മളുടെ അടുത്ത വീട്ടിൽ നിന്ന് തന്നിട്ടുള്ള ചക്കയാണ് കേട്ടോ. അപ്പോൾ നമ്മളിന്ന് ചക്കൽശ്ശേരി ഉണ്ടാക്കാൻ പോവുകയാണ്. അതിനുള്ള തന്ത്രപ്പാടാണ് കേട്ടോ ഈ കാണുന്നത്. നമ്മൾ അടുത്ത വീട്ടിൽ നിന്നൊക്കെ ഇങ്ങനെ ചക്ക തരുമ്പോൾ നമ്മളുടെ വീട്ടിൽ ചക്ക ഇല്ല കേട്ടോ, നമ്മുടെ വീട്ടിൽ പ്ലാവില്ല. അപ്പോൾ അടുത്ത വീട്ടിൽ നിന്നാണ് നമുക്കിങ്ങനെ ഓരോന്നൊക്കെ തരുമ്പോൾ അപ്പോൾ നമ്മൾ ചക്ക ഉപ്പേരി, ചക്കൽശ്ശേരി അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഇങ്ങനെ ഉണ്ടാക്കും കേട്ടോ. അപ്പോൾ ഇന്ന് ചക്ക എൽശ്ശേരി ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ അമ്മ അതേപോലെ അരിഞ്ഞിട്ട് ചെറുതാക്കി അരിഞ്ഞിടുന്നുണ്ട് നമ്മൾ എൽശ്ശേരിക്ക് പാകത്തിനായിട്ട്. അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ഓരോന്നെടുത്ത് വായിക്ക് ഇടുന്നുണ്ട്. അപ്പോൾ നല്ല പഴുത്തിട്ടില്ല, എന്നാൽ നല്ല മൂത്തിട്ടുമില്ല, അങ്ങനത്തെ ചെറിയൊരു മധുരല്ലേ, അങ്ങനത്തെ ടൈപ്പ് ചക്കയാണ് കേട്ടോ. അങ്ങനെ അത് നമ്മുടെ എൽശ്ശേരിയുടെ ലാസ്റ്റത്തെ സ്റ്റെപ്പായിട്ടുള്ള വറവിടലാണ് കേട്ടോ. അപ്പോൾ വറവിട്ട് കഴിഞ്ഞിട്ടുണ്ട്, നമ്മുടെ എൽശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ചക്ക കൊണ്ടുള്ള പല പല വിഭവങ്ങളൊക്കെ ഇഷ്ടമുള്ളവർ എന്തായാലും കമൻറ്റ് ചെയ്യാം കേട്ടോ. ഇങ്ങനത്തെ എൽശ്ശേരിയൊക്കെ ഇഷ്ടമുള്ളവർ എന്തായാലും കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ അമ്മ ഉണ്ടാക്കിയതല്ലേ ഒന്നും പറയാനില്ല, അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ ഇത് തിന്ന് തീർക്കട്ടെ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.